Welcome to another video lecture, and this video is about the conformations of cyclohexane. In the last class we learned about stereochemistry, stereoisomerism, and two stereoisomerism, that is two types of stereoisomerism, configurational isomerism and conformational isomerism. And in the conformational isomerism we learned about the conformations of ethane. And this section is about the conformations of cyclohexane. Cyclohexane is C6H12. Suppose cyclohexane having a planar structure. നോക്കൂ, ഇങ്ങനെ ഒരു ഹെക്സഗണൽ സ്ട്രക്ചർ ആയിട്ടാണ് നമ്മൾ എപ്പോഴും സൈക്ലോഹെക്സൈനെ വരയ്ക്കാറുള്ളത് അല്ലേ? ഹെക്സഗണൽ സ്ട്രക്ചർ ഓഫ് സൈക്ലോഹെക്സൈൻ. And here we can see the carbon atoms, and each carbon is associated with two hydrogens. എല്ലാ കാർബണിലും ഓരോ ഹൈഡ്രജൻസ് ഉണ്ടായിരിക്കും. And you know, in a regular hexagon, the angle is 120 degree. Here the carbon atom is attached to two hydrogen atom and two other carbon atom through a single bond. So this carbon is sp3 carbon, that is sp3 hybridized carbon. So for sp3 hybridization, the bond angle is 109.5 degree. In this figure, the angle is found to be 120 degree. അപ്പോൾ നോക്കൂ, 109.5 degree ആണ് ആക്ച്വൽ ടെട്രാഹൈഡ്രൽ കാർബൺ, ടെട്രാഹൈഡ്രലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബൺ, അതിൽ ഗ്രൂപ്പുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബണിൻ്റെ ആംഗിൾ വേണ്ടത് ഇതാണ്. പക്ഷേ ഇങ്ങനൊരു പ്ലാനർ സ്ട്രക്ചറിലാണ് ഈ സൈക്ലോഹെക്സൈൻ നിൽക്കുന്നത് എങ്കിൽ ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നോക്കൂ, ഈ ഒരു ആംഗിളിൽ നിന്ന് വളരെ വലിയൊരു വ്യത്യാസമാണുള്ളത്, 120 ഡിഗ്രി. ഇപ്പോൾ വലിയൊരു ഡീവിയേഷനുണ്ട്. സോ ആ സച്ച് ഡീവിയേഷൻ, അങ്ങനെ ഒരു ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന കാര്യങ്ങളെ നമ്മൾ ബെയേഴ്സ് സ്ട്രെയിൻ തിയറി വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാറുള്ളത്. So according to Bayes strain theory, if a molecule adopt a structure in which the bond angle is if the bond angle is more deviate from the actual angle, it will experience a strain. ഒരു മോളിക്യൂള് ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റ് പ്രിഫർ ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ആക്ച്വലി അതിന് വേണ്ട ആംഗിളിൽ നിന്നും വളരെ ഒരു ഡീവിയേഷനും വരികയാണെങ്കിൽ ദാറ്റ് മോളിക്യൂൾ വിൽ ഹാവ് എ സ്ട്രെയിൻ. ആ മോളിക്യൂളിനൊരു സ്ട്രെയിൻ അനുഭവപ്പെടും. ഇങ്ങനെ ആംഗിളിലുള്ള ഡീവിയേഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെയിനെ നമ്മൾ ആംഗുലാർ സ്ട്രെയിൻ എന്നാണ് പറയുന്നത്. സോ ബെയേഴ്സ് സ്ട്രെയിൻ തിയറി പ്രകാരം അങ്ങനെ ഒരു ആംഗുലാർ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ സച്ച് മോളിക്യൂൾസ് ബിക്കം ഹൈലി അൺസ്റ്റേബിൾ ആൻഡ് ഹൈലി റിയാക്റ്റീവ്. അങ്ങനെ ആംഗുലർ സ്ട്രെയിനുള്ള മോളിക്യൂൾസൊക്കെ അൺസ്റ്റേബിൾ ആയിരിക്കും, റിയാക്റ്റീവും ആയിരിക്കും. ബട്ട് നമുക്കറിയാം ദ സൈക്ലോഹെക്സൈൻ ഈസ് ഹൈലി സ്റ്റേബിൾ ആൻഡ് ഈസ് ലെസ് റിയാക്റ്റീവ്. സൈക്ലോഹെക്സൈൻ നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. അപ്പോൾ ഒരു പ്ലാനർ സ്ട്രക്ചറാണ് സൈക്ലോഹെക്സൈൻ ഉള്ളത് എങ്കിൽ അത് അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അതിനർത്ഥം സൈക്ലോഹെക്സൈന് പ്ലാനാർ ആയിട്ടുള്ളൊരു സ്ട്രക്ചർ അല്ല, ഇതല്ല ആക്ച്വൽ സ്ട്രക്ചർ. സൈക്ലോഹെക്സൈൻ്റെ ആക്ച്വൽ സ്ട്രക്ചർ ഇങ്ങനെയല്ല. പക്ഷെ നമ്മളെപ്പോഴും വരയ്ക്കുമ്പോൾ ഈ സ്ട്രക്ചറാണ് വരയ്ക്കാറുള്ളത്. ആക്ച്വലി ദ സ്ട്രക്ചർ ഈസ് നോട്ട് പ്ലാനർ, ആൻഡ് so the cyclohexane is stable and unreactive, and that is it have a non-planar structure. That is a non-planar ആയിട്ടുള്ള സ്ട്രക്ചറിൽ ആൻഡ് ഇറ്റ് മെയിൻറ്റെയിൻ ദ ടെട്രാഹൈഡ്രൽ ബോണ്ട് ആംഗിൾ. ആക്ച്വൽ സൈക്ലോഹെക്സൈൻ എന്ന് പറയുന്നത് ഇങ്ങനെയല്ല, ഒരു നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിലെല്ലാ ആംഗിൾസും ടെട്രാഹൈഡ്രൽ ആംഗിളാണ്, 109.5 ഡിഗ്രി ആണ്. സോ ദ സൈക്ലോഹെക്സൈൻ ഹാസ് ദസ് എ നോൺ പ്ലാനാർ പക്കേർഡ് സ്ട്രക്ചർ എന്നാണ് അതിന് പറയുക. പക്കേർഡ് മീൻസ് ട്വിസ്റ്റഡ് സ്ട്രക്ചർ വിത്ത് നോർമൽ ബോണ്ട് ആംഗിൾ 109.5 ഡിഗ്രി. അപ്പോൾ ഇതല്ല സ്ട്രക്ചർ. ആക്ച്വൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു നോൺ പ്ലാനാർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതിൽ ആംഗിൾ 109.5 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ അപ്പോൾ അതിന് ആംഗുലാർ സ്ട്രെയിൻ ഇല്ല, മോളിക്യൂള് സ്റ്റേബിളാണ്. സോ സൈക്ലോഹെക്സൈൻ ഹാവ് non-planar structure, and the non-planar structures are termed as the conformations of cyclohexane. ഇനി ഏതൊക്കെയാണ് ആ non-planar structure എന്ന് നോക്കാം. It can adopt two important non-planar structure and it is represented here. ഇതാണ് ഒരു നോൺ പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചർ സൈക്ലോഹെക്സൈൻ. നോക്കൂ, ഇതെല്ലാം റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കാർബൺ ആണ്. ഓക്കെ, ആൻഡ് ഈച്ച് കാർബൺ കണ്ടെയ്ൻസ് 2 ഹൈഡ്രജൻ ആറ്റംസ്. ഇങ്ങനൊരു സ്ട്രക്ചർ. അപ്പോൾ നോക്കി, ഇതൊരു പ്ലാനാർ അല്ല അല്ലേ?
ഇത് പ്ലാനാർ അല്ല, നോൺ പ്ലാനാർ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ദെൻ അനദർ സ്ട്രക്ചർ, ഇത് വേറൊരു സ്ട്രക്ചറാണ്, ഇതും ഒരു നോൺ പ്ലാനാർ സ്ട്രക്ചറാണ്. ആൻഡ് ദിസ് സ്ട്രക്ചർ ഈസ് ടേംഡ് ആസ് ചെയർ കൺഫർമേഷൻ. ഈ കൺഫർമേഷനെ നമ്മൾ ചെയർ കൺഫർമേഷൻ എന്നാണ് പറയുന്നത്. നോക്കൂ, ഒരു ചെയറിൻ്റെ പോലെയാണ് അല്ലേ ഈ ഒരു കൺഫർമേഷൻ, ഒരു ചെയറിൻ്റെ സിമിലറാണ്, ചെയറിന് സിമിലറാണ്. സോ ദിസ് കൺഫർമേഷൻ ഈസ് ടേംഡ് ആസ് ചെയർ കൺഫർമേഷൻ and this is termed as the boat conformation. So these are the two extreme conformations of cyclohexane, chair conformation and boat conformation. ഇത് രണ്ടും നോൺ പ്ലാനാർ ആണ് ആൻഡ് ഓൾ ദ ബോണ്ട് ആംഗിൾസ് ആർ 109.5 ഡിഗ്രി. എല്ലാ ബോണ്ട് ആംഗിളും നമ്മളെ ടെട്രാഹൈഡ്രൽ ആംഗിളാണ് 109.5 ഡിഗ്രി. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ കൺഫർമേഷൻസ് ഓഫ് cyclohexane. ഇമ്പോർട്ടൻറ്റ് കൺഫർമേഷൻസ്, ചെയർ കൺഫർമേഷൻ ആൻഡ് ബോട്ട് കൺഫർമേഷൻ. Now we want to check relative stabilities of different conformations of cyclohexane. We already learned about two conformations, chair conformation and boat conformation. So in order to find their stability, order of stability, we want to discuss three types of destabilization interactions possible in a particular structure. There are three kinds of destabilizing interaction and these destabilizing interactions are also termed as strains. എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള ഡീസ്റ്റെബിലൈസേഷൻ ഇൻട്രാക്ഷൻസ് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്ട്രെയിനെ നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയും. ആംഗിൾ സ്ട്രെയിൻ, that is the strain induced in a molecule when bond angles are forced to deviate from desired tetrahedral angle 109.5 degree. ആംഗിൾ സ്ട്രെയിൻ എപ്പോഴാണ് ഉണ്ടാവുന്നത്? ഒരു മോളിക്യൂൾ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചർ റിഫർ ചെയ്യുമ്പോൾ അതിന് ആംഗിൾ നോർമൽ ഹൈബ്രിഡൈസ്ഡ് ആംഗിളിൽ നിന്നും ഒരു വ്യത്യാസം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ അതിനെ നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയുന്നു. നോർമൽ ആംഗിളിൽ നിന്നും അതിനൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ ആ മൊളിക്യൂളിന് ആംഗിൾ സ്ട്രെയിൻ ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്തു, ദാറ്റ് ഈസ് പ്ലാനാർ സ്ട്രക്ചറിലെ ആംഗിൾ സ്ട്രെയിൻ നന്നായിട്ടുണ്ട്. ആക്ച്വൽ ആംഗിൾ 109 ആണ്. ഇതായിരുന്നു സ്ട്രക്ചർ എങ്കിൽ അത് ആംഗിൾ 120 ആയിരിക്കും. അപ്പം വലിയൊരു വേരിയേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു സ്ട്രക്ചറിൽ എന്തുണ്ട്? ആംഗിൾ സ്ട്രെയിൻ ഉണ്ട് എന്ന് നമുക്ക് പറയാം. പക്ഷേ പിന്നീട് നമ്മൾ പഠിച്ച നോൺ പ്ലാനാർ സ്ട്രക്ചറിൽ എല്ലാ ആംഗിൾസും 109.5 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറുകളിൽ, അതായത് ഇത്തരം കൺഫർമേഷൻസിൽ ആംഗിൾ സ്ട്രെയിൻ ഇല്ല. അപ്പോൾ അത് വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റെബിലിറ്റി. സോ ഈ പ്ലാനാർ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആണ് ദാൻ ദി നോൺ പ്ലാനാർ സ്ട്രക്ചർ ഡ്യൂ ടു ആംഗിൾ സ്ട്രെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. Next strain is torsional strain that we already discussed in the last section, that is torsional strain. Strain caused by the repulsive interaction between the sigma electrons of atoms or groups at eclipsed position. നമ്മൾ എക്ലിപ്സ്ഡ് ഈഥേൻ പഠിച്ചു അല്ലേ? എക്ലിപ്സ്ഡ് ഈഥേൻ പഠിച്ചപ്പോൾ നമുക്കറിയാം ഈ ഹൈഡ്രജൻസ് അത് എക്ലിപ്സ്ഡ് പൊസിഷൻസിലാണ്. സോ ഈ സിഗ്മ ക്ലൗഡുകൾ തമ്മിലൊരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും. ഇതിനെയാണ് നമ്മൾ ടോർഷണൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ടോർഷണൽ സ്ട്രെയിൻ കോസ്ഡ് ബൈ ദി റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദി സിഗ്മ ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ് അറ്റ് എക്ലിപ്സ്ഡ് പൊസിഷൻ. അങ്ങനെ എക്ലിപ്സ്ഡ് പൊസിഷനിൽ വരുന്നു എങ്കിൽ അത്തരം കൺഫർമേഷനിൽ എന്തുണ്ടായിരിക്കും? ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ there may be steric strain. Steric strain is caused by the steric crowding of atoms or groups which approach each other or they approach closely in a structure. ആ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ രണ്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ആറ്റംസ് അടുത്ത് വരികയാണ്, ഒരു ക്രൗഡിങ് നടക്കുന്നുണ്ട് എങ്കിൽ ദർ മസ്റ്റ് ബി എ സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ട് എന്ന് പറയും. അങ്ങനെ സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ടെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും, ആ സ്ട്രക്ചർ അൺസ്റ്റേബിൾ ആയിരിക്കും. സോ ഇൻ ഓർഡർ ടു ഡിസ്കസ് അബൌട്ട് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റീസ് വി വാണ്ട് ടു നോ ആംഗിൾ സ്ട്രെയിൻ, ടോർഷണൽ സ്ട്രെയിൻ ആൻഡ് സ്റ്റെറിക് സ്ട്രെയിൻ. Now we want to check which conformation of cyclohexane is most stable, chair or boat. ഇതിലേതാണ് സ്റ്റേബിൾ ആയിട്ടുള്ള കൺഫർമേഷൻ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി: ആംഗിൾ സ്ട്രെയിൻ, ടോർഷണൽ സ്ട്രെയിൻ ആൻഡ് സ്റ്റെറിക് സ്ട്രെയിൻ. സോ ഫസ്റ്റ് നമുക്ക് നോക്കാം ആംഗിൾ സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ളത്.
ഇത് ചെയർ ഫോം, ഇത് ബോട്ട് ഫോം. ഈ രണ്ട് ഫോമിലും എല്ലാ ആംഗിളും നോക്കൂ. ആംഗിൾ എന്ന് പറയുന്നത് ഈ ആംഗിളുകളാണ്. ഓക്കെ, ഓൾ ആംഗിൾസ് ആർ 109.5 ഡിഗ്രി. സോ ദർ ഈസ് നോ ഡീവിയേഷൻ ഫ്രം ദി നോർമൽ ആംഗിൾ. നോർമൽ ആംഗിൾ തന്നെയാണ് ഈ രണ്ട് കൺഫോർമേഷനിലും ആംഗിൾ വരുന്നത്. സോ ദീസ് ടു ബോത്ത് ചെയർ ആൻഡ് ബോട്ട് ഫോം ഹാവ് നോ ആംഗിൾ സ്ട്രെയിൻ. രണ്ടിലും ആംഗിൾ സ്ട്രെയിൻ ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. സോ ദീസ് ടു കൺഫർമേഷൻസ് ആർ മോർ സ്റ്റേബിൾ ദാൻ ദി പ്ലാനാർ സ്ട്രക്ചർ. പ്ലാനാർ സ്ട്രക്ചറിൽ നിന്നും സ്റ്റേബിൾ ആണ് ബോത്ത് ചെയർ ആൻഡ് ബോട്ട്. ഇനി നോക്കൂ, ഈ ലൈനുകളെല്ലാം ആക്ച്വലി ഒരേ വലുപ്പമാണ് കേട്ടോ. നമ്മൾ വരയ്ക്കുമ്പോൾ 2 ഡയമെൻഷനിൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി എല്ലാ ബോണ്ട് ലെങ്സും ഈക്വലാണ്, എല്ലാ ബോണ്ട് ആംഗിളുകളും ഈക്വലാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടോ എന്നുള്ളതാണ്. എന്താണ് ടോർഷണൽ സ്ട്രെയിൻ? സിഗ്മ ബോണ്ടുകൾ അടുത്തടുത്ത് വരിക, അതായത് എക്ലിപ്സ്ഡ് ആയിട്ട് ബോണ്ടുകൾ നിൽക്കുന്നുണ്ട് എങ്കിൽ അവിടെ ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടായിരിക്കും. നമ്മൾ ഈ കാർബൺസിനെയൊക്കെ ഒന്ന് നമ്പർ ചെയ്തു. 1 ഫസ്റ്റ് കാർബൺ, സെക്കൻഡ് കാർബൺ, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത്ത്. ബോട്ടിലും അങ്ങനെ 1 2 3 4 5 6 കാർബൺസ് നമുക്ക് കാണാൻ പറ്റും. ഇനി ചെയർ ഫോമിൽ നമുക്ക് നോക്കാം. ഈ കാർബൺ മുകളിലാണ് നിൽക്കുന്നത്, ഈ കാർബൺ രണ്ടും താഴെയാണ്. ഈ 4 കാർബൺ ഇങ്ങനെ ഒരു പ്ലെയിനിൽ ഇങ്ങനെ കിടക്കുന്നു അല്ലേ. വ്യത്യാസമുണ്ട്, ഒരു പ്ലെയിനിലല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഇവിടെ അടുത്തടുത്ത കാർബണുകൾ തമ്മിലുള്ള CH ബോണ്ടുകൾ ഒരിക്കലും ഒരേ ലൈനിൽ വരുന്നില്ല. അവരെല്ലാം ആക്ച്വലി സ്റ്റാഗേർഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതിങ്ങനെ ആകുമ്പോൾ അത് നോക്കൂ, അത് ആ ഒരു പൊസിഷനിലേക്കാണ്. അപ്പോൾ ഹൈഡ്രജൻസ് എല്ലാം സ്റ്റാഗേർഡ് ആണ്. ഇത് രണ്ടും നോക്കുമ്പോൾ നമുക്ക് കാണാം ഓൾ CH ബോണ്ട്സ് ആ സ്റ്റാഗേർഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. സോ സ്റ്റാഗേർഡ് ആയതുകൊണ്ട് തന്നെ നോ ടോർഷണൽ സ്ട്രെയിൻ. എക്ലിപ്സ്ഡ് ഒരേ ലൈനിൽ വരുമ്പോഴാണ് ടോർഷണൽ സ്ട്രെയിൻ ഉണ്ടാവുക. അപ്പോൾ ചെയർ ഫോമിൽ അങ്ങനെ ഒരു ടോർഷണൽ സ്ട്രെയിൻ വരുന്നില്ല. എന്നാൽ നമുക്ക് ബോട്ടിലേക്ക് പോകുമ്പോൾ നോക്കൂ, 1 2 ഇവിടെ സ്റ്റാഗേർഡ് ആയിട്ട് തന്നെയാണ്, എക്ലിപ്സ്ഡ് അല്ല. പക്ഷേ സെക്കൻഡ് കാർബണും തേർഡ് കാർബണും നോക്കൂ, ഈ ഹൈഡ്രജൻ ഇങ്ങോട്ട് ഒരേ ലൈനിലാണ് കിടക്കുന്നത്. സപ്പോസ് നമ്മൾ ഇവിടുന്ന് നോക്കുകയാണ് വിചാരിക്കും, ഈ മോളിക്യൂളിനെ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം ഈ കാർബണിൻ്റെ നേരെ പുറകിലാണ് ഈ കാർബൺ, ഈ ഹൈഡ്രജൻ്റെ നേരെ പുറകിലാണ് ഈ ഹൈഡ്രജൻസ്, ഈ 2 ഹൈഡ്രജൻസും. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിൽ എക്ലിപ്സ്ഡ് ആയിട്ടാണ് ഈ ബോണ്ടുകൾ നടക്കുക. അതുപോലെ തന്നെ 5th and 6th കാർബണിലുള്ള ഹൈഡ്രജൻസും എക്ലിപ്സ്ഡ് ആണ്. സോ എക്ലിപ്സ്ഡ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരികയാണെങ്കിൽ അവരുടെ സിഗ്മ ഇലക്ട്രോൺസ് ക്ലൗഡുകൾ തമ്മിലൊരു റിപ്പൾഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ബോട്ട് ഫോം ഹാവിങ് ടോർഷണൽ സ്ട്രെയിൻ ഉണ്ട്. Here we can see torsional strain in the 2nd, 3rd carbon and 5th and 6th carbon. പക്ഷേ ഇത് രണ്ടും തമ്മിലില്ല. പക്ഷേ ഒരു ടോർഷണൽ സ്ട്രെയിൻ നമ്മളുടെ ബോട്ട് ഫോമിലുണ്ട്, ബട്ട് നോട്ട് ഇൻ ചെയർ ഫോം. സോ നമ്മൾ ടോർഷണൽ സ്ട്രെയിൻ ചെക്ക് ചെയ്തു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അടുത്തത് സ്റ്റെറിക് സ്ട്രെയിൻ. എന്തെങ്കിലും ഒരു സ്റ്റെറിക് ക്രൗഡിങ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇവിടെ നമുക്ക് കാണുമ്പോൾ അങ്ങനെ ഒരു ക്രൗഡിങ് ഒന്നുമില്ല, എല്ലാ ഹൈഡ്രജൻസും ഫാർ അപ്പാർട്ടാണ്. പക്ഷേ ഈ ബോട്ട് ഫോമിൽ നോക്കൂ, ഈ 2 ഹൈഡ്രജൻസ്, ഇവിടെ ഒരു ഹൈഡ്രജനെ കാണാം, ഈ 2 ഹൈഡ്രജൻസ്, ഇതിനെ നമ്മൾ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്നാണ് പറയുക. നമുക്കറിയാം ഒരു ബോട്ടിലൊരു ഫ്ലാഗ് ഉണ്ടായിരിക്കും അല്ലേ. അങ്ങനെ ആ ഫ്ലാഗിൻ്റെ പൊസിഷനിൽ നിൽക്കുന്ന ഹൈഡ്രജൻസിനെ നമ്മൾ ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് എന്ന് പറയുന്നു. സോ ദീസ് ഫ്ലാഗ് പോൾ ഹൈഡ്രജൻസ് ആർ ക്ലോസ് ടു ഈച്ച് അതർ. നോക്കൂ, ഇവർ അടുത്തടുത്താണ്. സോ ഇവിടെ ഒരു ക്രൗഡിംഗ് ഉണ്ട്, സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ട്. So the boat form have a steric strain due to flag pole hydrogens between 1st carbon and 4th carbon. 1st carbonലെയും 4th carbonലെയും ഹൈഡ്രജൻസ് flag pole hydrogens ആണ്. So there is a steric strain. So while comparing chair and boat form, both chair and boat form having no angle strain and chair form having no angle strain, torsional strain and steric strain. But in the case of boat form that having torsional strain as well as steric strain. So chair form is more stable than boat form. Conformations of cyclohexane discuss ചെയ്യുമ്പോൾ chair form കൂടുതൽ stable ആണ് boat form-നേക്കാൾ. So chair form is more stable than boat form. That is, energy of chair form is less than energy of boat form. So they differ by an എനർജി ഓഫ് 29 kilojoules per mole. ഇത്രയും എനർജിയുടെ ഡിഫറൻസ് ആണുള്ളത്. നമ്മൾ ഈഥേൻ പഠിച്ചിട്ടുണ്ടായിരുന്നു 12.6 അല്ലേ. ഇവിടെ ഡിഫറൻസ് എന്ന് പറയുന്നത് 29 kilojoules per mole ആണ്.
പക്ഷേ ദിസ് energy is not sufficient to prevent rotation. Rotation അതിനേക്കാൾ വേഗത്തിൽ നടക്കും. The requires conversion of chair to boat. ചെയർ ബോട്ടായി മാറും, ബോട്ട് ചെയറായിട്ട് ഇങ്ങനെ മാറും. അപ്പോൾ ഈ എനർജി ഡിഫറൻസ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇൻ്റർ കൺവേർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും നടക്കും. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലേ, കൺഫർമേഷൻസ് ആർ ഇൻ്റർ കൺവേർട്ടബിൾ ആണ്. they can be easily ഇൻ്റർ കൺവേർട്ട്. സോ ചെയർ ബോട്ടായി മാറും, ബോട്ട് ചെയറായി മാറും. പക്ഷേ മോസ്റ്റ് സ്റ്റേബിൾ ചെയർ ഫോമാണ്. അപ്പോൾ ഒരു ഇക്വിലിബ്രിയത്തിലായിരിക്കും എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു റൂം ടെമ്പറേച്ചറിൽ കൂടുതലായിട്ട് സൈക്ലോഹെക്സൈൻ ചെയർ ഫോമിലായിരിക്കും. അതായത് അവിടെ ആംഗിൾ സ്ട്രെയിൻ ഇല്ല, ടോർഷണൽ സ്ട്രെയിൻ ഇല്ല, സ്റ്റെറിക് സ്ട്രെയിൻ ഇല്ല. സോ ചെയർസ് കൺഫർമേഷൻ ഓഫ് സൈക്ലോഹെക്സൈൻ ഈസ് മോർ സ്റ്റേബിൾ. Axial and equatorial bonds. And we learned that chair conformation of cyclohexane is more stable than boat conformation. So consider such a chair conformation. This is chair conformation, and this represents the carbon, and this we can see 12 hydrogens. And suppose here we have a axis. Okay, നമ്മൾ ഇങ്ങനെ ഒരു ആക്സിസ് കൺസിഡർ ചെയ്യാണ് വിചാരിച്ചോളൂ. So while we are considering an axis, we can see 6 CH bonds which are parallel to the axis. Noku, here we can see here CH, this CH, 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 CH. Noku, ഈ red ഇങ്ങുള്ള CH bonds എല്ലാം parallel ആണ്, ആ ആക്സിസിന് parallel ആണ്. So that CH bonds are termed as axial bonds. The CH bonds which are parallel to symmetry axis are called axial bonds. And axial bondലുള്ള ഹൈഡ്രജൻസിനെ നമ്മൾ axial hydrogens എന്ന് പറയുക, and can be represented by HA. So these are axial hydrogens. So we can see 6 axial hydrogens, 6 axial bonds and 6 axial hydrogens. That is the hydrogens that are parallel to the symmetry axis. And here we can see other 6 hydrogens that lie on the equator. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇക്വേറ്ററിലാണ് അല്ലേ, അതിൻ്റെ ബെൽറ്റിലാണ് കിടക്കുന്നത്. ആൻഡ് ദീസ് ബോൺസ് ആർ ടേംഡ് ആസ് ഇക്വറ്റോറിയൽ ബോൺസ്. ദ CH ബോണ്ട് വിച്ച് ലൈ ഇൻ എ ബെൽറ്റ് അറൗണ്ട് ദ ഇക്വേറ്റർ ഓഫ് റിംഗ് ആർ കോൾഡ് ഇക്വറ്റോറിയൽ ബോൺസ്. ആൻഡ് ദ 6 ഹൈഡ്രജൻസ് ആർ ടേംഡ് ആസ് ഇക്വറ്റോറിയൽ ഹൈഡ്രജൻസ്. അപ്പോൾ നോക്കൂ, ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ഈ ഹൈഡ്രജൻസ് എല്ലാം ഇക്വറ്റോറിയൽ ഹൈഡ്രജൻസ് ആണ്. HE എന്ന് represent. These are equatorial hydrogens. So in cyclohexane we can see 6 axial hydrogens and 6 equatorial hydrogens. ഇനി ആക്സിയൽ ആണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ഇതെല്ലാം അപ്പ് കാർബൺ ആണ്. നോക്കൂ, മുകളിലുള്ള കാർബൺ 1, 2, 3, 3 അപ്പ് കാർബൺസ് ഉണ്ട്. അപ്പ് കാർബൺ അപ്പ് എല്ലാം ആക്സിയലാണ്. അപ്പ് കാർബൺ അപ്പ് കാർബണിൽ അപ്പായിട്ടുള്ള ആംഗിൾ ബോൺസ് എല്ലാം ആക്സിയലാണ്. ഇനി ഇതെല്ലാം ഡൗൺ ആണ്. ഇതൊരു ഡൗൺ കാർബൺ ആണ്, ഇത് ഡൗൺ കാർബൺ ആണ്, ഇത് ഡൗൺ കാർബൺ ആണ്. ഡൗൺ കാർബണിലുള്ള ഡൗണിലേക്കുള്ള ആംഗിൾ ബോണ്ടുകളെല്ലാം ഡൗൺ കാർബണിൽ ഡൗണിലേക്കുള്ള ബോണ്ടുകളെല്ലാം ഇക്വിറ്റോറിയലാണ്. സോ അപ്പ് കാർബൺ അപ്പെല്ലാം ആക്സിയലാണ്, ഡൗൺ കാർബൺ ഡൗൺ കാർബൺ ഡൗണും ആക്സിയലാണ് കേട്ടോ. ഡൗൺ കാർബൺ ഡൗണും ആക്സിയലാണ്. ഓക്കെ, അപ്പ് കാർബൺ അപ്പും ഡൗൺ കാർബൺ ഡൗണും ആക്സിയലാണ്. ഇനി അപ്പ് കാർബൺ ഡൗൺ, അപ്പ് കാർബണിൽ ഡൗൺ ആയതാണ് ഇക്വിറ്റോറിയൽ. അപ്പ് കാർബണിൽ ഡൗൺ ആയത് ഇക്വിറ്റോറിയലാണ്. അതുപോലെ തന്നെ ഡൗൺ കാർബണിൽ അപ്പായിട്ടുള്ള ബോണ്ടുകളും ഇക്വിറ്റോറിയലാണ്. ഓക്കെ, ഇത് ശ്രദ്ധിച്ചാൽ മതി. ഈ ആക്സിസിന് പാരലൽ ആയതൊക്കെ ആക്സിയൽ ബോൺസ്, മറ്റത് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നതൊക്കെ ഇക്വിറ്റോറിയലാണ്. സോ ദാറ്റ് ഈസ് ആക്സിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ ബോൺസ്. ആൻഡ് ഇങ്ങനെയുള്ള ഈ ഒരു ചെയർ ഫോമിനെ അതിന് ഫ്ലിപ്പ് ചെയ്യാം. നോക്കൂ, ഇവിടെ ഈ ഒരു ബോണ്ട്, ഈ ഒരു ഭാഗം ഇങ്ങോട്ട് താഴത്തേക്ക് പോന്നു, അപ്പോൾ ഈ ഭാഗം മുകളിലേക്കായി. ഇതിങ്ങോട്ടേക്ക് താഴത്തേക്ക് വന്നു, ഇത് മുകളിലേക്കായി. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റിംഗ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ചെയർ ഫോമിൽ നിന്ന് മറ്റൊരു ചെയർ ഫോം ഉണ്ടാവുന്നു. ഇത് ഇങ്ങോട്ടേക്ക് വന്നു, ഇത് നേരെ മുകളിലേക്ക് പോയി. അപ്പോൾ നമുക്ക് ഈ സ്ട്രക്ചർ കിട്ടും അല്ലേ. ആൻഡ് ദിസ് ഇസ് ടേംഡ് ആസ് റിംഗ് ഫ്ലിപ്പിംഗ്. ദാറ്റ് ഈസ് കൺവേർഷൻ ഓഫ് വൺ ചെയർ ഫോം ടു അനദർ ചെയർ ഫോം ഈസ് ടേംഡ് ആസ് റിംഗ് ഫ്ലിപ്പിംഗ്.
ഇങ്ങനെ റിംഗ് ഫ്ലിപ്പിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അപ്പ് കാർബണൊക്കെ ഡൗൺ ആവും, ഡൗൺ കാർബണൊക്കെ അപ്പ് ആവും. അപ്പോൾ എന്താവും എന്ന് വെച്ചാൽ ഇവിടെ ആക്സിയൽ ഹൈഡ്രജൻസ് ഒക്കെ ഇവിടുത്തെ ഇക്വിറ്റോറിയൽ, നോക്കൂ ഇവിടെ റെഡ് ആയിട്ടുള്ളതൊക്കെ ആയിരുന്നു ഇവിടെ ആക്സിയൽ, ഇപ്പോൾ ഈ റെഡ് ആയിട്ടുള്ളതൊക്കെ ഇക്വിറ്റോറിയലാണ്. ഇനി ബ്ലൂ ആയിട്ടുള്ളതായിരുന്നു ഇക്വിറ്റോറിയൽ ഹൈഡ്രജൻസ്, അതെല്ലാം ഇപ്പോൾ ആക്സിയലായി. സോ ഡ്യൂറിങ് റിംഗ് ഫ്ലിപ്പിംഗ് ആക്സിയൽ ഹൈഡ്രജൻസ് ബിക്കം ഇക്വിറ്റോറിയൽ ആൻഡ് ഇക്വിറ്റോറിയൽ ഹൈഡ്രജൻസ് ബിക്കം axial. So ring flipping means conversion of one chair into another chair. ഒരു ചെയറിൽ നിന്ന് അടുത്ത ചെയറിലേക്ക് മാറുന്നു. So that is axial and equatorial bonds, then ring flipping. ഇനി ഇങ്ങനെ ഒരു ആക്സിയൽ ഇക്വിറ്റോറിയൽ എന്നുള്ള നൊട്ടേഷൻ നമ്മൾ ബോട്ട് ഫോമിൽ പോസിബിൾ അല്ല. നമുക്ക് ബോട്ട് ഫോമിൽ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ ഈ ആക്സസിന്, നമ്മളൊരു ഇൻ്റർന്യൂക്ലിയർ ആക്സസ് ഇവിടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ ആക്സസിന് പാരലായിട്ട് ഒരു ബോണ്ട് ഇവിടെ നിൽക്കുന്നില്ല, ഒക്കെ എല്ലാം ഇങ്ങനെ സൈഡിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ബോട്ട് ഫോമിൽ നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ആക്സിയൽ ഇക്വിറ്റോറിയൽ എന്ന നൊട്ടേഷൻ നമ്മൾ കൊടുക്കണ്ട. ദാറ്റ് ഈസ് ഓൺലി പോസിബിൾ ഇൻ ചെയർ ഫോം. Okay, now we learn about different conformations of cyclohexane. That is, we already learned chair and boat form. So in between chair and boat form there are so many other conformations. Let us check them. This is the chair form. Okay, ഇങ്ങനെയുള്ള ചെയർ ഫോമിനെ നോക്കൂ, ഈ കാർബണിനെ നമ്മൾ കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് പൊന്തിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഇത് ഇങ്ങനെ ഒരു കൺഫർമേഷൻ വരും. ആക്ച്വലി ബോട്ടിലേക്ക് എത്തിയിട്ടില്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ഒരു ഹാഫ് ചെയർ ഫോം എന്നതിനെ പറയുക. ഇതൊരു ചെയർ, ഈ ഭാഗം കുറച്ചൊന്ന് അപ്പ് പോർഷനിലേക്ക് വന്നു അല്ലേ. സോ ദിസ് ഈസ് ഹാഫ് ചെയർ എന്ന് പറയും. ഈ ഹാഫ് ചെയർന്ന് നേരെ ട്വിസ്റ്റഡ് ബോട്ട് എന്നുള്ളൊരു കൺഫർമേഷൻ, ഇങ്ങനെ വരയ്ക്കുന്നതിനെ നമ്മൾ ട്വിസ്റ്റഡ് ബോട്ട് എന്നാണ് പറയുക. ദെൻ ഈ ട്വിസ്റ്റഡ് ബോട്ടിൽ നിന്ന് ബോട്ട് എന്നുള്ള കൺഫർമേഷനിലേക്ക്, ഇതെല്ലാം ഇങ്ങനെ ബോണ്ടുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ്. ഓക്കെ, ദെൻ വീണ്ടും ട്വിസ്റ്റഡ് ബോട്ട് വരും. അതിൽ നിന്ന് ഹാഫ് ചെയർ, നോക്കൂ ഇങ്ങനെ ഒരു ചെയർ ഫോർമേഷൻ വരും. ഇതിൽ നിന്ന് നേരെ ഈ കാർബൺ വീണ്ടും ഇങ്ങോട്ട് താഴത്തേക്ക് വരും. നോക്കൂ ചെയർ വന്നു. അപ്പോൾ ഇവിടുന്ന് ഈ ചെയർ, ഈ ഒരു ടൈപ്പ് ചെയർ, ദാറ്റ് ഈസ് ഇതാണ് റിംഗ് ഫ്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഒരു ചെയർ അടുത്ത ചെയറായി മാറി. ദാറ്റ് ഈസ് ത്രൂ ഡിഫറെൻറ്റ് കൺഫർമേഷൻ, ഓരോ കൺഫർമേഷൻസിലൂടെയാണ് അത് ഒരു ചെയർ ഈ ഒരു ചെയറായിട്ട് മാറുന്നത്. ഓക്കെ, ഇനി എനർജി നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും കുറവ് എനർജി ചെയറിനാണ് അല്ലേ. പിന്നെ നമ്മൾ ബോട്ടിൻ്റെ കാര്യവും പഠിച്ചു, ബോട്ടിനാണ് കൂടുതൽ എന്ന് പറഞ്ഞു. സോ ചെയറിനേക്കാൾ കൂടുതൽ എനർജിയാണ് ബോട്ടിന്. ട്വിസ്റ്റഡ് ബോട്ടിനേക്കാൾ എനർജി കുറവാണ്. സോ ചെയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് എനർജി കുറവുള്ളത് ട്വിസ്റ്റഡ് ബോട്ട്. ദെൻ ബോട്ട്, ഹാഫ് ചെയർ ഹാവ് ഹൈ എനർജി. ഹാഫ് ചെയർ കുറച്ചുകൂടി അൺസ്റ്റേബിൾ ആയിട്ടുള്ളൊരു കൺഫർമേഷനാണ്. ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഹാഫ് ചെയറിനാണ്. സോ ദിസ് ഇസ് ദ എനർജി ഓർഡർ: ചെയർ, ദെൻ ട്വിസ്റ്റഡ് ബോട്ട്, ഹാഫ് ചെയർ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ഏറ്റവും എനർജി കുറവുള്ളത് ചെയർ, ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഹാഫ് ചെയർ. ഹാഫ് ചെയറിനേക്കാൾ എനർജി കുറവാണ് ട്വിസ്റ്റഡ് ബോട്ടിന്. ദെൻ ട്വിസ്റ്റഡ് ബോട്ടിനേക്കാൾ എനർജി കൂടുതലാണ് ബോട്ടിന്. ദെൻ ബോട്ടിൽ നിന്ന് ട്വിസ്റ്റഡ് ബോട്ട് ആവുന്നു, വീണ്ടും അത് ഹാഫ് ചെയർ ആവുന്നു, ചെയറാണ്. കാരണം ഈ വരച്ചിരിക്കുന്നത് തന്നെയാണ്. നോക്കൂ, ആദ്യം ചെയർ, പിന്നെ അത് ഹാഫ് ചെയറായി മാറി, ദെൻ ട്വിസ്റ്റഡ് ബോട്ട്, ട്വിസ്റ്റഡ് ബോട്ട്, ഹാഫ് ചെയർ. സോ പൊട്ടൻഷ്യൽ എനർജി ഡയഗ്രാം ഇങ്ങനെയാണ് കിട്ടുക. അതിൽ ഏറ്റവും എനർജി കുറവുള്ളത് ചെയർ ഫോം, ദെൻ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ഹാഫ് ചെയർ ഫോം. ഓക്കെ, ബോട്ട് ഇൻ ബിറ്റ്വീൻ ചെയർ ആൻഡ് ഹാഫ് ചെയർ ആണ് ബോട്ടിൻ്റെ എനർജി. നമ്മൾ ഈ എനർജി ഡിഫറൻസ് ഓൾറെഡി പഠിച്ചു. ബോട്ടും ചെയർ ഫോമും തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഏകദേശം 29-30 കിലോ ജൂൾസാണ് വരുന്നത്. ട്വിസ്റ്റഡ് ബോട്ടും ചെയറും തമ്മിലൊരു 23 വരും. ചെയറും ഹാഫ് ചെയറും തമ്മിലൊരു 46 കിലോ ജൂൾസിൻ്റെയൊക്കെ വ്യത്യാസമുണ്ട്. സോ പക്ഷേ ഒരു ഇക്വിലിബ്രിയത്തിൽ ഇതെല്ലാം കാണുന്നുണ്ട്. മോസ്റ്റ് കോമൺ ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ചെയർ കൺഫോർമേഷനാണ്. ദെൻ ഈ രണ്ട് ചെയർ കൺഫോർമേഷൻസിനും സെയിം എനർജിയാണ്. സോ ദേ കനോട്ട് ബി ഐസൊലേറ്റഡ്. ഇതിനെ ഒന്നും നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം അവരുടെ എനർജി ബാരിയർ വളരെ കുറവാണ്. സോ their separation is not so easy. ഇതാണ് എനർജി ഡയഗ്രാം ഫോർ സൈക്ലോഹെക്സൈൻ.
Next we can check conformations of methyl cyclohexane. Cyclohexane നമ്മൾ പഠിച്ചു കഴിഞ്ഞു. Methyl cyclohexane means one hydrogen is replaced by CH3 group. So cyclohexane methyl group, methyl cyclohexane. And you know this is a planar structure having angle strain 120 angle ആണ് ഇവിടെ. Actual angle 109 ആണ്. So angle strain ഉണ്ടായതുകൊണ്ട് ഇതല്ല ആക്ച്വൽ സ്ട്രക്ചർ. methyl cyclohexane സ്ട്രക്ചർ ഇങ്ങനെ പ്ലാനാർ അല്ല, പകരം എന്താണ്, നോൺ പ്ലാനാർ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. ഇത് സൈക്ലോഹെക്സൈനിൽ നമ്മൾ പഠിച്ചു ദേ ഹാവ് നോൺ പ്ലാനാർ ആയിട്ടുള്ള ചെയർ ഫോം, ബോട്ട് ഫോം, ട്വിസ്റ്റഡ് ബോട്ടൊക്കെ ഉണ്ട്. ബട്ട് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ളത് ചെയർ ഫോമാണ്. സോ നമ്മൾ ചെയർ ഫോം മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സ്റ്റേബിൾ ആയിട്ടുള്ള ചെയർ ഫോം. സോ ദ methyl cyclohexane ക്യാൻ അഡോപ്റ്റ് ചെയർ ഫോം. ഓക്കെ, ചെയർ ഫോമിൽ തന്നെ ഇറ്റ് ക്യാൻ അഡോപ്റ്റ് 2 conformations in which the one it have the CH3 group on the equatorial position. നോക്കൂ, ഇക്വിറ്റോറിയൽ ഹൈഡ്രജനെ മാറ്റിയിട്ട് അവിടെ CH3 ഗ്രൂപ്പ് വരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ നമ്മൾ ഇക്വിറ്റോറിയൽ methyl cyclohexane എന്ന് പറയുന്നു. ദെൻ ഈ ആക്സിയൽ ഹൈഡ്രജൻ ആണ് റീപ്ലേസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ CH3 ഗ്രൂപ്പ് ഈ ആക്സിയൽ പൊസിഷനിൽ വരും. അതിനെ നമ്മൾ ആക്സിയൽ methyl cyclohexane എന്ന് പറയും. സോ സ്റ്റേബിൾ ആയിട്ടുള്ള 2 പോസിബിൾ സ്ട്രക്ചേഴ്സാണ് ഇക്വിറ്റോറിയൽ methyl cyclohexaneും ആക്സിയൽ. ഇവിടെ ഇക്വിറ്റോറിയൽ പൊസിഷനിലാണ്, ഇവിടെ അത് ആക്സിയലിലാണ്. നൗ വി വാണ്ട് ടു ചെക്ക് ദ റിലേറ്റീവ് സ്റ്റെബിലിറ്റി. ഏതാണ് കൂടുതൽ സ്റ്റേബിൾ, ഇക്വിറ്റോറിയൽ ഓർ ആക്സിയൽ? It is found that equatorial methyl cyclohexane is more stable than axial because ഇവിടെ നമ്മൾ ആംഗിൾ സ്ട്രെയിൻ ഉണ്ടോ എന്ന് ആദ്യം നോക്കി. ആംഗിൾ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആംഗിൾ 109 നിന്ന് വ്യത്യാസം ഉണ്ടോ നോക്കി. പക്ഷേ ഇത് രണ്ടും ചെയറാണ്, ആംഗിൾ 109. അപ്പോൾ ആംഗിൾ സ്ട്രെയിൻ ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് ടോർഷണൽ സ്ട്രെയിൻ ആണ്. ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എക്ലിപ്സ്ഡ് ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഇല്ല. ചെയറിൽ അങ്ങനെ ഒരു എക്ലിപ്സ്ഡ് ആയിട്ടുള്ള ആരും വരുന്നില്ല, അപ്പോൾ ടോർഷണൽ സ്ട്രെയിനും ഇല്ല. ഇനി നമ്മൾ നോക്കേണ്ടത് സ്റ്റെറിക് സ്ട്രെയിൻ ആണ്. സ്റ്റെറിക് സ്ട്രെയിൻ മീൻസ് ക്രൗഡിങ്. ആറ്റംസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ഇങ്ങനെ ക്രൗഡായിട്ട് ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ടാവും. എന്നാൽ നോക്കി നോക്കൂ, ഈ ആക്സിയൽ methyl cyclohexaneൽ വി ക്യാൻ സി ഇവിടെ ഒരു CH3 ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ ഇങ്ങനെ ഈ ആക്സിയൽ പൊസിഷനിൽ ഈ 3 പേരും നോക്കൂ അപ്പ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അല്ലേ, ഇങ്ങനെ 3, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ ഒരു methyl ഗ്രൂപ്പ്. അപ്പോൾ അവിടെ ഒരു ക്രൗഡിങ് ഉണ്ടാവുന്നു. So due to that crowding there occurs some repulsive interaction. That means first position, third position, fifth position. അപ്പോൾ തേർഡും ഫിഫ്ത്തും പൊസിഷനിലുള്ള ഹൈഡ്രജൻസും ഫസ്റ്റ് പൊസിഷനിലുള്ള methyl ഗ്രൂപ്പും തമ്മിലൊരു ഇൻട്രാക്ഷൻ നടക്കുന്നു, സ്റ്റെറിക് ക്രൗഡിങ് നടക്കുന്നു. അപ്പോൾ ക്രൗഡിങ് കാരണം ഇവിടെ ഒരു ഈ ആറ്റംസ് ഒക്കെ അടുത്തടുത്ത് വരുമ്പോൾ അവിടെ ഒരു റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ടാവുന്നു. നോ ആംഗിൾ സ്ട്രെയിൻ, നോ ടോർഷണൽ സ്ട്രെയിൻ, ബട്ട് ഇറ്റ് ഈസ് ഹാവിങ് എ സ്റ്റെറിക് സ്ട്രെയിൻ. സോ ഇങ്ങനെയുള്ള സ്റ്റെറിക് സ്ട്രെയിനെ നമ്മൾ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ എന്നാ പറയുക. ആക്സിയൽ ഇൻട്രാക്ഷൻ അല്ല, ഇത് രണ്ടും ആക്സിയൽ പൊസിഷനാണ്. അപ്പോൾ 1,3 ഡയാക്സിയൽ. അപ്പോൾ ഇത് 1, 2, 3 ആണ്. ഇങ്ങനെ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇത് 1, 2, 3 ആണ്. ഇങ്ങനെയുള്ള 1,3 ആക്സിയൽ ഇൻട്രാക്ഷനെയാണ് നമ്മൾ 1,3 ഡയാക്സിയൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ axial methyl cyclohexane, if the interacting substituents, that is CH3 group and hydrogens, are on 1,3 position, there occur crowding and repulsive steric interaction, and that is there is 1,3 diaxial interaction. അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ നമ്മൾ ഇക്വിറ്റോറിയൽ വരുന്നത്, കാരണം ഈ CH3 ഗ്രൂപ്പ് ഇങ്ങോട്ടേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് 3 ഹൈഡ്രജൻസാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു ക്രൗഡിങ് വരുന്നില്ല, കാരണം ഇവിടെയും HH, ഇവിടെ ഒരു CH3 പറഞ്ഞാൽ കുറച്ച് വലിയൊരു ഗ്രൂപ്പാണ് അല്ലേ, CH ഇങ്ങടെ ഇങ്ങടെ. അപ്പോൾ ഇവിടെ ഒരു ക്രൗഡിങ് വരുന്നുണ്ട്. ഇപ്പം ഇക്വിറ്റോറിയലിൽ മീത്തേൻ വരുന്ന ഈ ഒരു സ്ട്രക്ചറിൽ അങ്ങനെ ഒരു സ്റ്റെറിക് സ്ട്രെയിൻ വരുന്നില്ല. അപ്പോൾ നോക്കൂ, ഇതിൽ രണ്ടിലും ആംഗിൾ സ്ട്രെയിൻ ഇല്ല, ടോർഷണൽ സ്ട്രെയിൻ ഇല്ല. ബട്ട് ഈ ഒരു സ്ട്രക്ചറിൽ സ്റ്റെറിക് സ്ട്രെയിൻ ഉണ്ട്, ഇവിടെ സ്റ്റെറിക് സ്ട്രെയിൻ ഇല്ല. സോ വിച്ച് ഈസ് മോർ സ്റ്റേബിൾ? ഇക്വിറ്റോറിയൽ methyl cyclohexane is more stable than axial methyl cyclohexane.
because in axial methyl cyclohexane there is 1,3 diaxial interaction, that is steric strain due to repulsive steric crowding. So equatorial methyl cyclohexane is more stable than axial, but actually the energy difference is only 7.5 kilojoules per mole, വളരെ കുറവാണ് അല്ലേ. അപ്പോൾ അത് ആക്സിയൽ അത് ഇക്വിറ്റോറിയൽ ആവും. അതായത് റിംഗ് ഫ്ലിപ്പിംഗ് നടക്കില്ലേ, റിംഗ് ഫ്ലിപ്പിംഗ് നടക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഇവിടെ ഇക്വിറ്റോറിയൽ ഉള്ളത് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്സിയലായി മാറും. അപ്പോൾ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ ദ ഇക്വിലിബ്രിയം കണ്ടെയ്ൻ ബോത്ത് ഇക്വിറ്റോറിയൽ ആൻഡ് ആക്സിയൽ മീഥൈൽ സൈക്ലോഹെക്സൈൻ, ബട്ട് മോസ്റ്റ് പ്രിഡോമിനൻ്റ് ആയിട്ട് കിട്ടുന്നത് നമുക്ക് ഇക്വിറ്റോറിയൽ മീഥൈൽ സൈക്ലോഹെക്സൈൻ ആയിരിക്കും.